ഓക്കെ, ലാസ്റ്റ് ഡേ ഞാൻ തന്ന പ്രോബ്ലം ഇതായിരുന്നു. ഫൈൻഡ് വി എ ആൻഡ് വി സീറോ. ഓക്കെ, ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആയിരുന്നു അത്. So we can have minus plus. $31K. $1K. ഓക്കെ, ഇതല്ലായിരുന്നു പ്രോബ്ലം അല്ലേ? ഇതല്ലായിരുന്നു പ്രോബ്ലം ലാസ്റ്റ് ക്ലാസ്സിലെ സെക്കൻഡ് പ്രോബ്ലം ഇതല്ലായിരുന്നോ? അല്ലായിരുന്നോ? ഓക്കെ, ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. സോ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ and its gain is nothing but minus RF by R1 അല്ലേ? മൈനസ് RF by R1 ആണ് ഗെയിൻ എന്ന് പറയുന്നത്. So what will be the output voltage? So the output voltage V0 is equal to minus 31 by 1 into 1 voltage. Is equal to minus 31 voltage ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ബട്ട് നമുക്കിവിടെ ഈ പ്രോബ്ലത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് ഇതിനൊരു സാച്ചുറേഷൻ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ സാച്ചുറേഷൻ വോൾട്ടേജിൽ എക്സീഡ് ചെയ്തൊരു വോൾട്ടേജ് ഇതിൽ നിന്ന് കിട്ടില്ല. എന്താണ് ഇതിൻ്റെ സാച്ചുറേഷൻ വോൾട്ടേജ്? നമ്മൾ സപ്ലൈ കൊടുക്കുന്ന വോൾട്ടേജാണ് ഇതിൻ്റെ സാച്ചുറേഷൻ. മാക്സിമം ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ ഓപ്പറേഷൻ ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്താണ് കിട്ടിയിരിക്കുന്നത്? നമുക്ക് മൈനസ് 31 ആണ് കിട്ടിയിരിക്കുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ്. പക്ഷേ നമുക്കറിയാം മൈനസ് 15 വോൾട്ടേജ് കൂടുതൽ അല്ലെങ്കിൽ പ്ലസ് 15 വോൾട്ടേജ് കൂടുതൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടില്ല. സോ the output will never exceed plus VSAT or minus VSAT. What is plus VSAT or minus VSAT? Plus or minus 15 voltage. So here the output voltage എന്തായിരിക്കും? V0 എത്രയായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന വോൾട്ടേജ്? നിങ്ങൾ തന്നെ പറഞ്ഞ് ഇതിൽ നിന്ന് എത്രയായിരിക്കും കിട്ടുക? ആരെങ്കിലും ഒരാൾ പറഞ്ഞ് എത്രയായിരിക്കും ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന, ഈ ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്? മൈനസ് 31 ആയിരിക്കുമോ? ആയിരിക്കുമോ? മൈനസ് 31 ആയിരിക്കുമോ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ്? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് എത്രയായിരിക്കും? എത്ര? 15 ആയിരിക്കും? പ്ലസ് 15 ആയിരിക്കും? മൈനസ് 15 ആയിരിക്കും? ഇല്ല, ഇത് നമുക്ക് കിട്ടിയത് എത്രയാണ്? നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരുന്നു? മൈനസ് 31 ആണ് കിട്ടേണ്ടത് അല്ലേ? മൈനസ് 31 വോൾട്ടേജ് ആയിരുന്നു കിട്ടേണ്ടത്. അപ്പോൾ അത് മൈനസ് സാച്ചുറേഷൻ വോൾട്ടേജിലേക്കാണ് പോകുള്ളൂ. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അപ്പോൾ എത്രയായിരിക്കും വോൾട്ടേജ്? മൈനസ് 15 വോൾട്ടേജ് ആയിരിക്കും. മനസ്സിലായോ? നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായോ? മൈനസിലേക്കാണ് സ്വിങ് ചെയ്യുന്നത്. മൈനസ് 31 ആയിരുന്നു നമുക്ക്. ഇതൊരു ഐഡിയൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ ആയിരുന്നു. എനിക്ക് കിട്ടേണ്ട മൈനസ് 31 ആയിരുന്നു അക്കോർഡിംഗ് ടു ദിസ് ഇൻപുട്ട്.
ഇൻപുട്ട് +1 വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. ഗെയിൻ എന്ന് പറയുന്നത് -R/R1 ആണ്. സോ എനിക്ക് -31 ആയിരുന്നു കിട്ടേണ്ടത്. ബട്ട് ഇതിൻ്റെ സാച്ചുറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവിൽ -15 ആണ്. സോ -15 ആയിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്ന വോൾട്ടേജ് V0. ബട്ട് ഐഡിയൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ ആയിരുന്നെങ്കിൽ എനിക്ക് കിട്ടേണ്ടത് -31 ആയിരുന്നു. പക്ഷേ എനിക്ക് കിട്ടുന്നത് -15 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ -31 ആണെങ്കിലാണ് ഈ VA എന്ന് പറയുന്നത് ഈ 0 ആയിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഐഡിയൽ ആയിരുന്നെങ്കിൽ എനിക്ക് കിട്ടേണ്ടത് -31 ആയിരുന്നു. പക്ഷേ എനിക്ക് ആക്ച്വലി കിട്ടുന്നത് -15 കിട്ടുന്നുള്ളൂ. സോ ഹിയർ മൈ V0 ഈസ് -15. ഇനി ബാക്കിലേക്ക് പോകണം. -15 ആണെങ്കിൽ VA എത്രയായിരിക്കുമെന്ന് പോകണം. അതുകൊണ്ടാണ് ഇവിടെ VA എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കണ്ണു അടച്ച് പറയായിരുന്നു VA 0 വോൾട്ടേജ് ആയിരുന്നു എന്ന്. കാരണം എന്താ, ഇവിടുത്തെ വോൾട്ടേജ് 0 വോൾട്ടേജ് ആണ്. സോ VA ഷുഡ് ബി 0 വോൾട്ടേജ് ആയേനെ. ബട്ട് നമുക്കിവിടെ കിട്ടുന്നത് ഈ ആംപ്ലിഫിക്കേഷൻ, ഈ ഐഡിയൽ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ആംപ്ലിഫിക്കേഷൻ വെച്ചിട്ടല്ല ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. അത് കാരണം ഈ VAയിൽ ഒരു ചേഞ്ചിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ V0 -15 ഇട്ട് നോക്കി. -15 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും VA എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇവിടെ -15 ഇട്ടിട്ട് VAയിൽ KCL അപ്ലൈ ചെയ്തേ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? കൺസെപ്റ്റും ക്ലിയർ ആവുന്നുണ്ടോ? ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ ഇതിനകത്ത്? കൺസെപ്റ്റ് വൈസിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ലയെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും? സോ ഇഫ് ഐ അപ്ലൈ KCL at VA, what will be that? VA minus input voltage 1 divided by 1K plus VA minus V0 divided by 31K equal to 0. Here we have to find out VA ആണ് find out ചെയ്യേണ്ടത്. and V0 can be -15 voltage. Okay, so here VA minus 1 divided by 1K plus VA minus 31K equal to V0 by 31K. V0 is -15 by 31K. So you will get 31 VA minus 31 plus VA plus 15 equal to 0. From that you will get 32 VA is equal to 16. That is VA. You will get 16 by 32. It's nothing but VA is equal to 0.5 volt. So ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? that is the virtual ground concept. Virtual ground concept cannot apply when V0 exceed saturation or V0 equal to saturation. Okay, this is very important point. It can be ക്ലിയർ ആയോ? ഞാൻ ഈ പറഞ്ഞ എന്താണെന്ന് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഞാൻ ഈ പറഞ്ഞ ഐഡിയയിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ നിങ്ങൾക്ക്? ഏത് ഈ പറഞ്ഞ നോട്ടാണോ ഒന്നുകൂടെ പറയേണ്ടത്? ഈ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് കനോട്ട് അപ്ലൈ വെൻ V0 എക്സീഡ് സാച്ചുറേഷൻ. ഇപ്പം ഞാൻ ഈ പ്രോബ്ലത്തിനകത്ത് എന്തുകൊണ്ടാണ് നമ്മൾ VA 0 ആവാത്തതെന്നുള്ള കാരണമാണ് ഞാൻ നോട്ടായിട്ട് പറഞ്ഞത്.
ഇപ്പം നമ്മൾ ഈ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ഐഡിയൽ കേസിൽ നമുക്ക് കിട്ടേണ്ടത് -31 ആയിരുന്നു. പക്ഷേ ഇതിനകത്ത് സാച്ചുറേഷൻ വോൾട്ടേജ് കൊടുത്തേക്കണ കാരണം ഇതിനകത്ത് +15 -15 കൊടുത്തിട്ടുണ്ട് സപ്ലൈ വോൾട്ടേജ്. അത് കാരണം ഇത് സാച്ചുറേഷൻ വോൾട്ടേജിന് മേലെ പോകില്ല. അപ്പോൾ സാച്ചുറേഷൻ വോൾട്ടേജിന് മേലെ പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -15 -31 ആയിരുന്നു എനിക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ കിട്ടിയത് -15 കിട്ടുള്ളൂ, ഇതിൽ നിന്ന് മാക്സിമം കിട്ടുന്നത്. അപ്പോൾ -15 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വി എയുടെ വോൾട്ടേജ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ വി എയുടെ വോൾട്ടേജ് നമുക്ക് കിട്ടി. വി എയുടെ വോൾട്ടേജ് കിട്ടിയത് ഒരു 0.5 ആണ് കിട്ടിയത്. ശരിക്കും നമുക്ക് കിട്ടേണ്ട വി എ എത്രയായിരുന്നു? 0 വോൾട്ടേജ് ആയിരുന്നു അല്ലേ? കാരണം 0 വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റാണ്. ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 0 ആവേണ്ടതാണ്. ബട്ട് അങ്ങനെ 0 ആയിരുന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -31 കിട്ടേണ്ടിയിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് മാക്സിമം ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ നിന്ന് കിട്ടേണ്ടത് -15 ഉള്ളൂ. അത് കാരണം ഇവിടെ നമുക്ക് ആ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ, വി എ = 0 വോൾട്ടേജ് അല്ല. ഇവിടെ നമുക്ക് വി എന്ന് പറയുന്നത് ഇവിടെ V0 -15 ഇട്ട് കഴിഞ്ഞാൽ വി എന്ന് പറയുന്നത് നമുക്ക് 0.5 വോൾട്ടേജ് കിട്ടി. ക്ലിയർ ആയോ? ഇപ്പോൾ ഇവിടെ തന്നിട്ടില്ലായിരുന്നെങ്കിൽ +15 -15 നമുക്ക് സപ്ലൈ വോൾട്ടേജ് തന്നിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് V0 = -31 തന്നെ എടുക്കായിരുന്നു. കാരണം നമുക്ക് സപ്ലൈ വോൾട്ടേജ് തന്നിട്ടില്ല. അവർ സപ്ലൈ വോൾട്ടേജ് എപ്പോഴൊക്കെ തരുന്നതോ അപ്പോഴൊക്കെ നിങ്ങൾ നോക്കണം സാച്ചുറേഷൻ വോൾട്ടേജിനേക്കാളും കൂടുതലായിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടിയോ, സപ്ലൈ വോൾട്ടേജിനേക്കാളും കൂടുതലായിട്ട് കിട്ടിയോ. അങ്ങനെ കിട്ടിയെങ്കിൽ നമുക്ക് ബാക്ക് ടു ദിസ് പോയിൻ്റ്, ഈ പോയിന്റിലേക്ക് എത്തണം. അപ്പോൾ അവിടെ നമുക്ക് വെർച്വൽ ഗ്രൗണ്ട്, അവിടെ 0 ആണെങ്കിൽ ഇവിടെ 0 ആണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ 0 ആയിരുന്നെങ്കിൽ ഇവിടെ 0 ആയിരുന്നെങ്കിൽ നമുക്ക് ഇൻപുട്ടിനനുസരിച്ച് തന്നെ ഔട്ട്പുട്ട് കിട്ടേണ്ടിയിരുന്നു. ക്ലിയർ ആയോ? കൺസെപ്റ്റ് ക്ലിയർ ആയോ? അത് ഒരിക്കലും തെറ്റിക്കരുത് കേട്ടോ. ആ സംഭവം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ ഓക്കെ ഇനി പ്രീവിയസ് ഇയർ ചോദിച്ച ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ ഈ പ്രോബ്ലം തന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് കഴിയുമ്പം കിട്ടിയില്ലെങ്കിൽ, ഇപ്പം ഈ പ്രോബ്ലം പലർക്കും തന്നെ ഇതിനകത്ത് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്നോട് ചോദിക്കണം കേട്ടോ. അയ്യോ ഈ പ്രോബ്ലം കിട്ടിയില്ല, ഇതിൻ്റെ ആൻസർ കിട്ടിയില്ല. നമ്മുടെ ജാം ഡിസ്കഷൻ ഗ്രൂപ്പിലാണെങ്കിൽ ചോദിച്ചാൽ മതി. ആർക്കും കിട്ടാത്തതുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനവിടെ അതിനകത്ത് ജോയിൻ ചെയ്തോളാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. നിങ്ങളത് അറിയില്ലെങ്കിൽ അത് ആ പ്രോബ്ലം അറിയാത്ത പോലെ വിടരുത്. അത് മനസ്സിലാക്കണം. നമുക്ക് ആ ഐഡിയയോടെ ക്ലിയർ ചെയ്ത് പോയാലാണ് പുതിയ പുതിയ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ find the load current IL. ഇവിടെ ഡബിൾ ഫീഡ്ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. This is the circuit. You have to find the load current. ആറിലേക്കൂടെ പോകുന്ന കറണ്ടാണ് ലോഡ് കറണ്ട്.
ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്താണ് ലോഡ് കറണ്ട് എന്ന് പറയുന്നത്? കൺസിഡർ ദിസ് പോയിന്റ് വോൾട്ടേജ്, ലെറ്റ് ദിസ് പോയിന്റ് വോൾട്ടേജ് ഈസ് VA and this point voltage is VB, and we know that VB is equal to VA. VB VA ആണെന്ന് അറിയാം. ഇതിൻ്റെ IL എന്താണ്? IL is equal to VA divided by RL ആണ് IL അല്ലേ, ഗ്രൗണ്ടിലേക്ക് കൊടുത്തിരിക്കുകയാണ്. സോ VA ഡിവൈഡഡ് ബൈ RL ആണ് IL എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യം V0യുടെ ഓപ്ഷനിലേക്ക് എത്തുക, V0 ഇൻ ദ ടൈംസ് ഓഫ് V ആക്കുക, ദെൻ VA V0യുടെ ടൈമിലാക്കുക. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ. നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ നിങ്ങളും ചെയ്യാനായിട്ട് നോക്കിയോ, എൻ്റെ കൂടെ തന്നെ ചെയ്യാനായിട്ട് നോക്കിയോ. സോ ഇനീഷ്യലി ഐ ഹാവ് ടു അപ്ലൈ KCL അറ്റ് ദ നോട്ട് VBയിൽ KCL അപ്ലൈ ചെയ്യുക. സോ apply KCL at VB. Here it is VB. എന്തിനാണ് എനിക്ക് കിട്ടേണ്ടത്? എനിക്ക് അപ്പോഴാണ് V0 ഇൻ ടേംസ് ഓഫ് VIN കിട്ടും. V0 ഇൻ ടേംസ് ഓഫ് VA ആൻഡ് VIN കിട്ടും. അതിൽ നിന്ന് VA VIN അല്ല, VB VIN, VB തന്നെയാണ് VA. ഓക്കെ, സോ അതിൽ നിന്ന് എനിക്ക് VA കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ വാട്ട് വിൽ ബി ദാറ്റ് ഇഫ് ഐ അപ്ലൈ KCL അറ്റ് VB, ഈ നോഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? VB മൈനസ് VIN ഡിവൈഡഡ് ബൈ R പ്ലസ് VB മൈനസ് V0 ഡിവൈഡഡ് ബൈ R ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ VA മൈനസ് VB ഡിവൈഡഡ് ബൈ R പ്ലസ് VB minus V0 divided by R is equal to 0. So from that you will get V0 is equal to 2VB minus V. So I got V0 in terms of V. ഇതിവിടെ നിൽക്കട്ടെ, V0 in terms of V കിട്ടി. Okay. Then if I apply KCL at the node VA, if we apply KCL at VA, VB, A B മാറിപ്പോയിരിക്കുകയാണ്. Then you will get VA minus 0 divided by R, that means VA divided by R, VA divided by RL plus VA minus V0 divided by R is equal to 0 എന്ന് കിട്ടും. Okay. So VA divided by R plus okay. Also we know that VA is equal to VB. VAയും VBയും ഒന്നാണെന്ന് നമുക്കറിയാം. കാരണം എന്താ? ഈ രണ്ട് പോയിന്റ് സെയിം ആണ്, ഇൻപുട്ട് രണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, സോ ഹിയർ വി നോ ദാറ്റ്, ഫ്രം ദാറ്റ് വി നോ ദാറ്റ് VA divided by R, VA divided by RL, VA divided by R. So if I put V0 as 2VB minus VIN, അതിന് പകരം 2VA minus VIN കൊടുക്കുക. So VA divided by R plus VA divided by RL plus VA is VA minus V0 ന് പകരം 2VA minus VIN, VBക്ക് പകരം VA കൊടുക്കുക, divided by R is equal to 0. Okay. So from that we will get VA as minus VIN divided by R
ഇൻറ്റു ആർ എൽ. നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ദ ആൻസർ. നമുക്ക് വി എ കിട്ടി. ദിസ് വൺ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞങ്ങനെ? ലോഡ് കറൻറ്റ് ഐ എൽ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞങ്ങനെ. ലോഡ് കറൻറ്റ് ഐ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി എ ഡിവൈഡഡ് ബൈ ആർ എൽ ആണ് ലോഡ് കറൻറ്റ് ആർ എൽ. ഓക്കെ, സോ ദ ലോഡ് കറൻറ്റ് ഐ എൽ ഈസ് നത്തിങ് ബട്ട് ഡി വി എ ഡിവൈഡഡ് ബൈ ആർ എൽ ആണ്. സോ വി എ നമുക്ക് കിട്ടി, മൈനസ് വി ഇൻ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ആർ എൽ എന്ന് കിട്ടി. സോ ദാറ്റ് ഈസ് load current is nothing but VA is minus V in divided by R into RL divided by RL. So this RL and RL cancel. So the load current IL is equal to minus V in divided by R. Clear ആയോ നിങ്ങൾക്കിത്? ഈ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഇതിനകത്ത് ഡൗട്ടുണ്ടോ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്? ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ടുണ്ടോ? ഇനീഷ്യലി എന്താണ് കണ്ടുപിടിക്കുക? V0 ഇൻ ടേംസ് ഓഫ് വി ഇൻ കണ്ടുപിടിച്ചു. അതിനുശേഷം വി എ കണ്ടുപിടിച്ചു. വി എ ഈസ് ഈക്വൽ ടു വി ബി തന്നെയാണ്. വി എയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഇൻ ദ ടേംസ് ഓഫ് വി ഇൻ കിട്ടും. വി ഇൻ ആൻഡ് V0. സോ V0 വി ഇൻ ടൈമിലുണ്ട്. സോ വി എ ഇൻ ടേംസ് ഓഫ് വി ഇൻ കിട്ടും. സോ വി എ ഇൻ ടേംസ് ഓഫ് വി ഇൻ കിട്ടിയ വി എ ബൈ ആർ എൽ ആണ് ഐ എൽ എന്ന് പറയുന്നത്. സോ യു വിൽ ഗെറ്റ് വാട്ട് ഈസ് വി ഇൻ മൈനസ് വി ഇൻ ബൈ ആർ എന്ന് കിട്ടും. ഔട്ട്പുട്ട് കറണ്ട് ഓർ ലോഡ് കറണ്ട് ഐ എൽ. ക്ലിയർ ആയോ? ഇതിനകത്ത് ഏതെങ്കിലും സ്റ്റെപ്പിനകത്ത് പ്രശ്നം ഉണ്ടായോ നിങ്ങൾക്ക്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തപ്പോൾ അതാരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ക്ലിയർ ആണോ? ആ പറഞ്ഞു. ഓക്കെ, ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കണേ. Okay, fine. And there will be another problem. This is very important concept. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. നിങ്ങൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, സോ ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 3. In the given circuit, if the voltage at the inputs V1 and V2 are amplified by same amplification factor. Then find the value of R. ഓക്കെ, ഇത് കാണുമ്പോൾ കുറച്ച് ഇതായിട്ട് തോന്നും, പക്ഷേ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സർക്യൂട്ടോടെ വരയ്ക്കാം. അതിന് ശേഷം ഞാൻ പ്രോബ്ലം ഒന്നുകൂടെ പറയാം. An operation amplifier. R, this is a 15K given as R3, and here it is V1, this is V2, this is
10K, this is R1, and here it is R2, and this is 22K, and this is the output voltage. Okay, this is the circuit. ശരിക്കും ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്, അതായത് രണ്ട് ഇൻപുട്ടിൽ ഞാൻ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ 10Kയും ഇവിടെ 22K ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക V1 മൈനസ് V2 ഇൻറ്റു RF ഡിവൈഡഡ് ബൈ R1 ടൈമിലായിരിക്കും. നമ്മളത് കണ്ടതാണ് എങ്ങനെയാണത് കിട്ടുക എന്ന് പറയും. അപ്പം ഇവിടെ ഈ 10Kക്ക് പകരം ഇവിടെയും 10K ആണ്, ഇവിടെ 22Kക്ക് പകരം ഇവിടെയും 22K ആണ്, R-നും 22K ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് V1 മൈനസ് V2ൻ്റെ ഫോമിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ബട്ട് ഇവിടെ നമുക്ക് ഇത് റെസിസ്റ്ററൊക്കെ മാറിയ കാരണം ഇതിൻ്റെ വാല്യൂവിനും ഡിഫറൻസ് വരും. ഓക്കെ, എനിവേ അത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻ ദ ഗിവൺ സർക്യൂട്ട് ദ വോൾട്ടേജ് അറ്റ് ദ ഇൻപുട്ട് V1 ആൻഡ് V2 ആണ് ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ്. അത് ആംപ്ലിഫൈ ചെയ്യുന്നത് സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ടാണെന്ന്. ഈ ആംപ്ലിഫയർ ഈ രണ്ട് സിഗ്നലും ആംപ്ലിഫൈ ചെയ്യുന്നത് സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ടാണെങ്കിൽ ഈ വാല്യൂ ഓഫ് R എന്തായിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. ആറിൻ്റെ വാല്യൂ എന്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും V1ഉം V2ഉം സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. പ്രോബ്ലം ക്ലിയർ ആയോ? പ്രോബ്ലത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? പ്രോബ്ലത്തിൻ്റെ ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? അപ്പോൾ പ്രോബ്ലത്തിൻ്റെ ഐഡിയ കിട്ടി. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നാണ് നമ്മളതിന് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഇങ്ങനെ രണ്ട് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻപുട്ട് ഇനീഷ്യലി ഒരു ഇൻപുട്ട് ഞാൻ ഗ്രൗണ്ട് ചെയ്ത് വയ്ക്കുക, ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് കാണുക. അതിനുശേഷം അടുത്ത ഇൻപുട്ട് ഞാൻ ഗ്രൗണ്ട് ചെയ്ത് വയ്ക്കുക, ഔട്ട്പുട്ട് വോൾട്ടേജ് കാണുക. ഈ രണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജുകളുടെ സമ്മായിരിക്കും എൻ്റെ ആക്ച്വലായിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ്. ക്ലിയറായോ? ഞാൻ പറഞ്ഞ ക്ലിയറായോ? ഇപ്പോൾ ഇനീഷ്യലി ഞാൻ ഈ V1 ഗ്രൗണ്ട് ചെയ്ത് വയ്ക്കുക, അതിനുശേഷം ഞാൻ V0 കണ്ടുപിടിക്കുക. അപ്പോൾ V0 ഇൻ ടേംസ് ഓഫ് V2 കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി V2 ഗ്രൗണ്ട് ചെയ്ത് വയ്ക്കുക, ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക. സോ V0 ഇൻ ടേംസ് ഓഫ് V1 കിട്ടും. സോ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദ്യം കണ്ട ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് V1 ഗ്രൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഔട്ട്പുട്ട് വോൾട്ടേജും അതിനുശേഷം V2 ഗ്രൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെയും സമ്മായിരിക്കും എൻ്റെ മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ ഐഡിയ ക്ലിയർ ആയോ? നേരത്തെ ചെയ്ത പ്രോബ്ലം ഏതാ? ഏത് പ്രോബ്ലം തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുന്നത്? അല്ല, ഇതിനകത്ത് രണ്ടിനകത്ത് ഞാൻ സിഗ്നൽ കൊടുത്തിട്ടുണ്ടല്ലോ. V1-നകത്തും V2-നകത്തും ഞാൻ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് പ്രോബ്ലം എവിടെയാണ്? കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് ഇപ്പം ഞാൻ V-നിൽ മാത്രമല്ല സിഗ്നൽ കൊടുത്തിട്ടുള്ളൂ, ഇവിടെ സിഗ്നലൊന്നും കൊടുത്തിട്ടില്ല. V-ൻ്റെ എഫക്റ്റ് മൂലം ഉണ്ടാകുന്ന വോൾട്ടേജ് അല്ലേ ഇവിടെ? ക്ലിയർ ആയോ? ഇവിടെ ഞാൻ രണ്ടിനകത്ത് ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ എഫക്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഉണ്ടാകുന്നുണ്ട്. V2ൻ്റെ എഫക്റ്റും V0യിൽ ഉണ്ടാകുന്നുണ്ട്, V1ൻ്റെ എഫക്റ്റും V0യിൽ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ എഫക്റ്റ് ഞാനത് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. അതായത് V1 ഗ്രൗണ്ട് ആക്കി വെച്ചിട്ട് V2 എന്താണ്, V0യിൽ എന്ത് എഫക്റ്റാണ് V2 ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിക്കും. അതിനുശേഷം V2 ഗ്രൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ V0യിൽ എന്ത് എഫക്റ്റാണ് V1 ഉണ്ടാക്കുന്നതെന്ന് നോക്കും. അതിനുശേഷം ഇത് രണ്ടോടെ കൂടി ആഡ് ചെയ്ത രണ്ടിൻ്റെയോടെ ആകെ തുകയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. നമുക്ക് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ. ആ പ്രോബ്ലം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഓക്കെ, so initially if I apply V1 as ground,
നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആയോ? ഞാൻ ഐഡിയ ക്ലിയർ ആയെങ്കിലാണ് ഞാൻ ഇനി അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ക്ലിയർ ആയോ? ഞാൻ എങ്ങനെയത് കണ്ടുപിടിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഐഡിയ ക്ലിയർ ആയോ നിങ്ങൾക്ക്? എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്കത്? ഡൗട്ടുണ്ടോ അതിനകത്ത്? ഡൗട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഡൗട്ടുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുവരെ ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഒരു ഇൻപുട്ട് ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ട്, അതായത് ഒരു ഇൻപുട്ട് 0 ആക്കി വെച്ചിട്ട് ഔട്ട്പുട്ടിൻ്റെ മറ്റേ ആദ്യത്തെ ഇൻപുട്ടിൻ്റെ എഫക്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കും. അതിനുശേഷം രണ്ടാമത്തെ ഇൻപുട്ട് ഗ്രൗണ്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജിൽ എന്താണ് ഒന്നാമത്തെ ഇൻപുട്ടിന് എഫക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കും. അപ്പോൾ 2 ഇൻപുട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് രണ്ടും കൂടെ സം ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇനീഷ്യലി V1 സൊല്യൂഷൻ ഇഫ് V1 ഈസ് 0 വോൾട്ടേജ്, V1 ഗ്രൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? So the output voltage is nothing but it will be act as a differential amplifier. ഞാൻ ഇതിന് V0 ഡാഷ് ഇടുവാണ്, കാരണം ഇതല്ല ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതൊരു ഇൻപുട്ടിൻ്റെ എഫക്റ്റ് മാത്രമാണ് ഔട്ട്പുട്ട് ഉണ്ടായിട്ടുള്ളൂ. V0 ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ V1 ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്? ഇതെന്ന് പറയുന്ന ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. സോ ദാറ്റ് മീൻസ് -22 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു V2 ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. കാരണം എന്താ, ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് -RF/R1 -R2/R1 ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഇതിൻ്റെ V0 ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ദാറ്റ് വിൽ ബി ദാറ്റ് -22 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു V2. Okay, this is my V0 dash. ഇനി V0 ഡബിൾ ഡാഷ് എന്താണ്? ദിസ് ഇസ് ക്വസ്റ്റ്യൻ. ഇത് കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിനകത്ത് ഡൗട്ട് ഇല്ലല്ലോ. V0 ഡാഷ് എങ്ങനെ കിട്ടിയെന്ന്? V0 ഡാഷ് എന്ന് പറഞ്ഞാൽ V1 ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ട് V2ൻ്റെ എഫക്റ്റാണ്, V0 ഉണ്ടാകുന്ന എഫക്റ്റാണ്, V2 ഉണ്ടാക്കുന്ന എഫക്റ്റാണ്. സോ -22 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു V2 ആണ് V0 ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇഫ് V2 is 0 വോൾട്ടേജ്, V2 0 വോൾട്ടേജ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? V2 0 വോൾട്ടേജ് ആക്കിക്കണം. സോ വാട്ട് വിൽ ബി ദിസ് വോൾട്ടേജ് അറ്റ് ദിസ് പോയിന്റ്? ദിസ് വോൾട്ടേജ് ഇസ് VA എന്ന് പറയുന്നത് എന്താണ്? VA എന്ന് പറയുന്നത് V1 മൾട്ടിപ്ലൈഡ് ബൈ R ഡിവൈഡഡ് ബൈ R+15 ആണ്. നമ്മൾ ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം കണ്ടതാണ്. ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് വെറുതെ ഡൗട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് R, ദിസ് ഈസ് 15K, ദിസ് ഈസ് V1. ഇങ്ങനെയാണ് ആ സർക്യൂട്ട് ഇരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ VA എടുക്കാൻ പോകുന്നത്. ഇങ്ങോട്ടേക്ക് കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല, ഒപ്പം ബ്രേക്കിനോ കറണ്ടാണ്. സോ ഇതിൻ്റെ VA എന്ന് പറയുന്ന Rന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജാണ് VA എന്ന് പറയുന്നത്. Rന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ദിസ് ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ദിസ് റെസിസ്റ്റൻസ്, Rന് അക്രോസ് ആയിട്ട് ബൈ ദി ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് VA? VA ഈസ് നത്തിങ് ബട്ട്, ഫ്രം ദാറ്റ് VA ഈസ് നത്തിങ് ബട്ട് V1 into R divided by R plus 15K. Okay, this is VA. VA is nothing but V1 into R divided by R plus 15 is equal to VA. ഇനി എന്താണ്, ഇത് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഇത് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ദിസ് വിൽ ബി ആക്ട് ആസ് എ
non-inverting amplifier. Non-inverting amplifier gain എന്താണ് 1 plus RF by R1 ആണ്. 1 plus RF by R1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 plus R2 by R1 ആണ്. That means 1 plus 22 by 10 ആണ്. So gain of non-inverting amplifier is nothing but 1 plus RF divided by R1. Here RF is equal to 22, R1 is equal to 10. So it is nothing but 1 plus 22 divided by 10. And so the output voltage V0 double dash is nothing but this voltage VA voltage ഇവിടെയുള്ള വോൾട്ടേജ് ഇൻറ്റു 1 പ്ലസ് RF by R1 ആണ് V0 എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദാറ്റ് വോൾട്ടേജ്? VA. വാട്ട് ഈസ് VA ഇൻറ്റു 1 പ്ലസ് RF by R1, 1 പ്ലസ് 22 divided by 10. So what is VA? VA is already given us V1 into R divided by R plus 50K. R plus 15K into 1 plus 22 divided by 10. Okay, this is V0 double dash. This is V0 dash. So what is my actual output voltage? My actual output voltage V0 is nothing but V0 dash plus V0 double dash. What is V0 dash? V0 dash ഞാൻ ആദ്യമേ പറഞ്ഞു V0 dash എന്ന് പറയുന്നത് if V1 is equal to 0 ആണെങ്കിൽ output voltage V0 is equal to V0 dash. Okay. If V2 is equal to ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 തന്നെയാണ് V0 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത്. സോ ആക്ച്വൽ ഔട്ട്പുട്ട് V0 എന്ന് പറയുന്നത് V0 ഡാഷ് പ്ലസ് V0 ഡബിൾ ഡാഷ് ആയിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഞാൻ ഈ രണ്ട് V0 ഡാഷും V0 ഡബിൾ ഡാഷെന്നൊക്കെ പറഞ്ഞത് എന്താണെന്ന് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ ഞാൻ ഈ പറയുന്നത്? നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ ഇതിനകത്ത് ഏതെങ്കിലും സ്റ്റെപ്പിൽ? കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. നമുക്കിത് വെച്ചിട്ട് പ്രോബ്ലംസ് ഗേറ്റിനും CS ജസ്റ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? അതിലൊന്നും മിണ്ടുന്നില്ല. ഇനി എന്താണ് ഇതിൻ്റെ പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത്? is amplified by the same amplification factor. ഇത് സെയിം V1ഉം V2ഉം ആംപ്ലിഫൈഡ് ബൈ സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് R ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ V1 is amplified by an amplification factor this R by R plus 15K into 1 plus 22 divided by 10. ഈ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ടാണ് V1 ആംപ്ലിഫൈ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് V2 ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ? -22 ഡിവൈഡഡ് ബൈ 10 ആണെന്ന് V2 ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഇത് രണ്ട് സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിയർ ഇൻ ദിസ് പ്രോബ്ലം V1 V2 ഒറ്റ സെക്കൻഡ് ആർ ഇതൊന്ന് ജസ്റ്റ് എഴുതിക്കട്ടെ. ആംപ്ലിഫൈഡ് by same amplification factor. കാരണം ഇത് ഡൗട്ട് ഉണ്ടാവാൻ എല്ലാവർക്കും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം ഇതെങ്ങനെയാണെന്ന്. ഈ പ്രോബ്ലത്തിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇൻ ദിസ് സർക്യൂട്ട് if the input voltages V1 and V2 are amplified by same amplification factor, then the value of R
വാല്യൂ ഓഫ് ആർ എന്തായിരിക്കണം, V1ഉം V2 ആംപ്ലിഫൈ ബൈ ദി സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ട് V1ഉം V2 ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ആറിൻ്റെ വാല്യൂ എത്രയായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയറായി. ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്, V1 ഉണ്ട് V2 ഉണ്ട്. ഇപ്പോൾ V1 വോൾട്ടേജ് V1ൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണെങ്കിൽ V2 ഞാൻ ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ട് V1ൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കും. അതുപോലെ V2ൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണെങ്കിൽ V1 ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ V2ൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഈ V1 0 ആണെങ്കിൽ എൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ V1 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി ഞാൻ ഈ V1 0, V0 എന്ന് പറയുന്നത് V0 ഡാഷ് ആയിട്ട് ഇടുവാണ്. അതാണ് കാരണം ഞാൻ V1 ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ V2 ഗ്രൗണ്ട് ചെയ്യുമ്പോൾ V0 ഡബിൾ ഡാഷിന് ഇടും. അതിന് ശേഷം V0 ഡാഷ് പ്ലസ് V0 ഡബിൾ ഡാഷ്, അതായത് രണ്ടിൻ്റെയോടെ ആകെ തുകയാണ് എനിക്ക് ഇൻ എഫക്റ്റ് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പോവാണ്. രണ്ട് ഇൻപുട്ടിൻ്റെ എഫക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പോവുകയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഐഡിയ ക്ലിയർ ആയോ? എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള ഐഡിയ ക്ലിയർ ആയോ? ക്ലിയർ ആണോ? അത് ഡൗട്ട് ചോദിച്ച ആൾ? ഓക്കെ, അപ്പം ഞാൻ ഇനീഷ്യലി V1 0 ആക്കി വെച്ചു. അപ്പോൾ V0 V0 ഡാഷ്. അപ്പോൾ ഞാൻ V0 ഡാഷാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണ് V0 ഡാഷ് എന്ന് പറയുന്നത്? ഇത് 0 ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും എഫക്റ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0 ആയിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എഫക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, -22/10 ആണ് അല്ലേ. -RF/R1 × V2 ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, V0 എന്ന് പറയുന്നത്. സോ -22/10 × V2 ആണ് V0. സോ അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. -22/10 × V2 ആണ് എൻ്റെ V0 ഡാഷ് എന്ന് പറയുന്നത്. ഇനി V2 0 ആക്കി വയ്ക്കുകയാണ്. V2 0 ആക്കി വയ്ക്കുമ്പോൾ എൻ്റെ V1ൻ്റെ എഫക്റ്റ്, V0യിലുള്ള എഫക്റ്റാണ് V0 ഡബിൾ ഡാഷിന് എഴുതുന്നത്. അപ്പോൾ V2 0 ആക്കി വയ്ക്കുമ്പോൾ VA ആദ്യം കണ്ടുപിടിക്കുകയാണ്. കാരണം എന്താ, VA ആണ് ഇതിനകത്ത് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ്. അത് കണ്ടുപിടിക്കാനാണ് ഇത് ചെയ്യുന്നത്. സോ V1 × R / R + 15 ആണ് VA, ഇവിടെ വരുന്ന വോൾട്ടേജ്. ഇതിനെയാണ്, ഈ VAനെയാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നത് 1 + RF/R1. കാരണം നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ V2 0 ആണ്. എൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + RF/R1 ആണ്. സോ VA × 1 + R2/R1 ആണ് എൻ്റെ V0 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത്. സോ അതാണ് ഞാൻ ഈ കണ്ടത്. ആദ്യം VA കണ്ടുപിടിച്ചു, V1 × R/R + 15K. ഇതിനകത്ത് ഡൗട്ടുണ്ടോ? VA കണ്ടുപിടിച്ചതിൽ ഡൗട്ടുണ്ടോ? VA = R × V1 × R + R + 15. ഇത് ക്ലിയർ അല്ലേ, VA എങ്ങനെയാണെന്നുള്ളത്? ഓക്കെ, ഇനി അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറോടെ നോക്കണം. കാരണം ഇത് ഗ്രൗണ്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ് 1 + RF/R1, ദാറ്റ് ഈസ് 1 + 22 സോ V0 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? V1 × R / R + 15, ദാറ്റ് ഈസ് ഇത്രയും വാല്യൂ എന്ന് പറഞ്ഞാൽ VA ആണ്, × 1 + 22/10. ഓക്കെ, സോ V0 ഡബിൾ ഡാഷ് കിട്ടി. സോ ആക്ച്വൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? V0 ഡാഷ് + V0 ഡബിൾ ഡാഷ് ആണ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? V1ഉം V2 സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ടാണ് ആംപ്ലിഫൈ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ V1 ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ് ഇത്രയും ഫാക്ടർ. V1 ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ് ഇതെന്ന് പറയുന്നത്, ഇത്രയെന്ന് പറയുന്നത് V1 ആംപ്ലിഫൈ ചെയ്യുന്നത്. ഇനി V2 ആംപ്ലിഫൈ ചെയ്യുന്നതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറോ, അതാണ് ഇത്രയെന്ന് പറയുന്നത്, -22/10 വെച്ചിട്ടാണ് V2 ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? രണ്ട് ആംപ്ലിഫൈ ചെയ്യുന്ന സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്, ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്നാണ് പറയുന്നത്. സോ യു ഡോണ്ട് ടേക്ക് ദിസ് -22/10 -22/10 എന്ന് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ 22/10 ആണ് എൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സോ I can say that this R / R + 15 × 1 + 22/10 × 22/10 എന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, so I can say that
can say that this value V1 ആംപ്ലിഫൈ ചെയ്ത ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ R divided by R divided by R plus 15 into 1 plus 22 divided by 10 1 plus 22 divided by 10 is equal to 22 divided by 10. ഈ ഇക്വേഷൻ വന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഇക്വേഷൻ നിങ്ങൾക്ക് വന്നത് മനസ്സിലായോ? രണ്ടും ആംപ്ലിഫൈ ചെയ്യുന്ന, ഇത് V2 ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ്, V1 ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ്. രണ്ടും ആംപ്ലിഫൈ ചെയ്യുന്ന സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ്. ഈ ആറിൻ്റെ വാല്യൂ എത്രയായിരുന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫ്രം ദാറ്റ് യു വിൽ ഗെറ്റ് 32R ഈസ് ഈക്വൽ ടു 330 പ്ലസ് 22R എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ സോൾവ് ചെയ്യുന്നില്ല. കിട്ടുന്നത് 32R ഈക്വൽ ടു 330 പ്ലസ് 22R കിട്ടും. ഓക്കെ, 33K. ഇതിനകത്തൊക്കെ കിലോ ഓം ഉണ്ട്, K ഉണ്ട്. സോ ഐ ജസ്റ്റ് forgot to. Okay, so from that you will get 10R is equal to 30K. From that you will get R is equal to 33K. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ 32R ഈസ് ഈക്വൽ ടു 330K പ്ലസ് 22R എന്ന് കിട്ടും. ഓക്കെ, ഫൈൻ. ക്ലിയർ ആയോ? ഏതാണ്? നമുക്കിവിടെ കിട്ടുന്നത്, ഇപ്പം ഞാൻ പറയുന്നത്, ഇത് V2 ഗ്രൗണ്ട് ആക്കി വെച്ചിട്ട് V1 മാത്രം കൊടുക്കുമ്പോഴുള്ള എഫക്റ്റ് അല്ലേ കാണേണ്ടത്. അപ്പോൾ ഇനീഷ്യലി ഈ V1 ഈ VA ഇൻറ്റു 1 പ്ലസ് RF ബൈ R1 ആണല്ലോ V0 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ VA കണ്ടുപിടിച്ചത്. VA ഈസ് ഈക്വൽ ടു V1 ഇൻറ്റു R ഡിവൈഡഡ് ബൈ R പ്ലസ് 15 എന്ന് കിട്ടി. സോ VA കിട്ടി. VA ഇൻറ്റു R1 പ്ലസ് RF ബൈ R1 ആണ് V0 എന്ന് പറയുന്നത്. കാരണം ഇത് ഗ്രൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതെന്ന് പറയുന്നത്, ആകെത്തുക എന്ന് പറയുന്നത് ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 1 പ്ലസ് RF ബൈ R1 ആണ്. ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ദാറ്റ് ഗെയിൻ. ഇൻപുട്ട് വോൾട്ടേജ് VA ആണ്. VA ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു. പ്ലസ് ഇൻറ്റു 1 പ്ലസ് RF ബൈ R1 ദാറ്റ് ഈസ് 1 പ്ലസ് 22 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു V0 ഡബിൾ ഡാഷ്. ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ഞാൻ സിമിലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ഹോംവർക്ക് ആയിട്ട് തരാം. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. ഓക്കെ, ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ പ്രോബ്ലം വെച്ചിട്ട്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.